കഥയാരംഭിക്കുന്നത് കോർപ്പറേഷൻ ഓഫീസിൽ നിന്നുമാണ്. ഇന്ത്യൻ എന്ന് വിളിക്കപ്പെടുന്ന സേനാപതി എന്ന വ്യക്തിയെ നമ്മൾ പരിചയപ്പെടുന്നു. 70 വയസ്സിന് മുകളിൽ പ്രായമുള്ള വൃദ്ധനായൊരു വ്യക്തിയാണ് സേനാപതി. വർമ്മകലൈ എന്ന് വിളിക്കപ്പെടുന്ന ആയോധനകലയിൽ ഏറെ മികവുള്ള വ്യക്തി. അന്ന് കോർപ്പറേഷൻ ഓഫീസിലേക്ക് എത്തിച്ചേർന്ന സേനാപതിക്ക് ഒരു ഉദ്ദേശമുണ്ടായിരുന്നു. കൈക്കൂലി കൊണ്ട് നിറഞ്ഞ കോർപ്പറേഷൻ ഭരിക്കുകയും അതിന്റെ അഡ്മിനിസ്ട്രേറ്റീവ് കാര്യങ്ങൾക്ക് നേതൃത്വം കൊടുക്കുകയും ചെയ്യുന്ന വലിയൊരു കൈക്കൂലിക്കാരൻ കോർപ്പറേഷൻ കമ്മീഷണർ ജെയിംസ് അപ്പാതുരയെ കൊലപ്പെടുത്തുക എന്നതായിരുന്നു അത്. കോർപ്പറേഷൻ കമ്മീഷണറുടെ മുറിയിലേക്ക് കടന്നു ചെന്ന സേനാപതി തന്റെ ആയോധനകല ഉപയോഗിച്ചും ബെൽറ്റിൽ ഉൾക്കൊള്ളിച്ചു നടക്കുന്ന പഴയ കത്തികൊണ്ടും അയാളെ കൊലപ്പെടുത്തി. പിന്നെ പറയണ്ടല്ലോ, പോലീസ് അന്വേഷണവും മറ്റും ആരംഭിക്കുകയാണ്. സേനാപതി രക്ഷപ്പെട്ടു പോരുകയും ചെയ്തു. അടുത്തതായി നമ്മൾ പരിചയപ്പെടുന്നത് സേനാപതിയുടെ മകനും RTO ഓഫീസിന് മുമ്പിൽ ഒരു ഏജന്റായി ബ്രോക്കറായി ജോലി നോക്കുന്ന ചന്ദ്രു എന്ന് വിളിക്കപ്പെടുന്ന ചന്ദ്രബോസിനെയാണ്. കൈക്കൂലി കൊണ്ട് നിറഞ്ഞ RTO ഓഫീസിൽ ആളുകളടുത്തു നിന്ന് പണം വാങ്ങി കൈക്കൂലി കാര്യങ്ങൾ ഓഫീസേഴ്സിന് കൃത്യമായി എത്തിച്ചു കൊടുക്കുന്നതും അതിന്റെ പേപ്പർ വർക്കുകൾ പൂർത്തിയാക്കുന്നതുമൊക്കെയായിരുന്നു ചന്ദ്രുവിന്റെ ജോലി. അതിൽ നിന്ന് സമ്പാദിക്കുന്ന പണം കൊണ്ട് ചന്ദ്രുവിനൊരു ആവശ്യവുമുണ്ട്. അതേ RTO ഓഫീസിൽ ബ്രേക്ക് ഇൻസ്പെക്ടറുടെ വേക്കൻസി ഒഴിവ് വരുന്നുണ്ടായിരുന്നു. ട്രാൻസ്പോർട്ട് സെക്രട്ടറിക്ക് കൈക്കൂലി കൊടുക്കുകയും മറ്റും ചെയ്താൽ ആ ജോലി ചന്ദ്രുവിന് കരസ്ഥമാക്കാം. അതിനുവേണ്ടിയുള്ള ശ്രമങ്ങളിലായിരുന്നു ചന്ദ്രു. അതുകൊണ്ട് തന്നെ ട്രാൻസ്പോർട്ട് സെക്രട്ടറിയുടെ വീട്ടിലെ ഒരു വീട്ടുജോലിക്കാരനെ പോലെ അവിടുള്ള എല്ലാ ജോലികളും പോലും ചന്ദ്രുവിന് ചെയ്യേണ്ടി വരുന്നുണ്ട്. ട്രാൻസ്പോർട്ട് സെക്രട്ടറിയുടെ ഭാര്യയും മകളായ സപ്നയും ചന്ദ്രുവിന്റെ ഈ നിർഭാഗ്യാവസ്ഥ മുതലെടുത്ത് പരമാവധി ചന്ദ്രുവിനെ ചൂഷണം ചെയ്യുകയും ചെയ്യുന്നുണ്ടായിരുന്നു. ഘട്ടം ഘട്ടമായി കിട്ടുന്ന പണം ചന്ദ്രു സെക്രട്ടറിയുടെ ഭാര്യയെ ഏൽപ്പിച്ചുകൊണ്ടിരുന്നു. മകൾ സപ്നയാകട്ടെ ചന്ദ്രുവിന് മേലൊരു ക്രഷ് ഉള്ളതുകൊണ്ട് തനിക്ക് വേണ്ട ആവശ്യങ്ങൾക്ക് ചന്ദ്രുവിനെ ഉപയോഗിച്ചു. ഇതേ സമയം ചന്ദ്രുവിന് ഒരു ഗേൾഫ്രണ്ടുമുണ്ട്. ഐശ്വര്യ എന്നാണ് അവളുടെ പേര്. ഐശ്വര്യ ഒരു അനിമൽ വെൽഫെയർ ആക്ടിവിസ്റ്റും വളരെ വലിയ മൃഗസ്നേഹിയുമാണ്. ഒരിക്കലൊരു സംഭവമുണ്ടായി. ഐശ്വര്യ തന്റെ നായയുമായി റോഡിലൂടെ വരികയായിരുന്നു. സപ്നയാകട്ടെ തന്റെ കാറിൽ അടിച്ചു പൊളിച്ചു പോകുന്നു. വളരെ വേഗത്തിൽ കാർ ഓടിച്ചു വന്ന സപ്ന ഐശ്വര്യയുടെ നായയെ ഇടിച്ച് നിർത്താതെ കാർ ഓടിച്ചു പോയി. ആ കാർ നമ്പർ ഐശ്വര്യ നോട്ട് ചെയ്തെടുക്കുകയും കാർ ഓണർക്കെതിരെ കേസ് കൊടുക്കണമെന്ന് തീരുമാനിച്ച് വിവരം ചന്ദ്രുവിനോട് പറയാൻ ചെല്ലുകയും ചെയ്തു. ചന്ദ്രുവാണെങ്കിൽ ബ്രോക്കർ ജോലിയിൽ തിരക്കിലാണ്. ഐശ്വര്യ വിളിച്ചിട്ടും ചന്ദ്രുവിന് അത് അറ്റൻഡ് ചെയ്യാൻ പറ്റുന്നുണ്ടായിരുന്നില്ല. അതോടെ പണം നീട്ടി ഇനിയെങ്കിലും വരാമോ എന്ന രീതിയിലായി ഐശ്വര്യ. അതോടെയൊക്കെ മാറ്റിവെച്ച് ചന്ദ്രു ഐശ്വര്യയുടെ അടുത്തേക്ക് ചെന്നു. പണത്തിനു വേണ്ടി ഇത്രയ്ക്കൊക്കെ നീ അധപ്പതിച്ചു പോയോ എന്നൊക്കെ ഐശ്വര്യ ചന്ദ്രുവിനോട് ചോദിക്കുമ്പോ, നീ എന്നെ ഇങ്ങനെ ഇൻസൾട്ട് ചെയ്യല്ലേ, തിരക്ക് കാരണമല്ലേ എന്നൊക്കെ പറഞ്ഞ് ചന്ദ്രു മാനേജ് ചെയ്തു. പിന്നാലെ വിഷയവും ചോദിച്ചറിഞ്ഞു. ആദ്യമൊക്കെ നായയിടിച്ച വണ്ടിക്കാരനെ വലിയ തോതിൽ വിമർശിച്ച ചന്ദ്രു ആ വണ്ടി സപ്നയുടേതാണെന്ന് തിരിച്ചറിഞ്ഞതും മൊത്തത്തിൽ പ്രശ്നം ഒന്നൊതുക്കി തീർക്കാനാണ് ആദ്യം ശ്രമിക്കുന്നത്. കാരണം ചന്ദ്രുവിന്റെ വെഹിക്കിൾ ഇൻസ്പെക്ടർ ജോലി നിൽക്കുന്നത് സപ്നയുടെ അച്ഛന്റെ കയ്യിലാണല്ലോ. ചന്ദ്രു വിഷമഘട്ടത്തിൽ പെട്ടുപോയിരുന്നു. പക്ഷേ അപ്പോഴാണ് ചന്ദ്രുവിന്റെ അസിസ്റ്റന്റ് സുബ്ബയ്യ ചന്ദ്രുവിന്റെ സഹായത്തിനെത്തുന്നത്. പനീർ സെൽവം എന്ന പേരുള്ള ഒരു RTO ഓഫീസറിനോട് സുബ്ബയ്യയ്ക്ക് ആദ്യം തൊട്ടേ കലിപ്പുണ്ട്. ആ വിഷയം പനീർ സെൽവത്തിന്റെ കാറാണ് എന്ന മട്ടിൽ തിരിച്ചുവിട്ട് സുബ്ബയ്യ ഐശ്വര്യയെ പനീർ സെൽവത്തിന്റെ മുമ്പിലെത്തിച്ചു. പനീർ സെൽവത്തിനെയും പെൺവിഷയമെന്ന മട്ടിൽ പ്രലോഭിപ്പിച്ച് ഐശ്വര്യയ്ക്ക് മുമ്പിലേക്കും സുബ്ബയ്യ കൊണ്ടെത്തിച്ചേരുന്നു. തന്റെ നായിടിച്ച കാർ പനീർ സെൽവത്തിന്റേതാണോ എന്ന് ചോദിച്ചറിഞ്ഞ ഐശ്വര്യ സുബ്ബയ്യ പറഞ്ഞത് വിശ്വസിച്ച് അതേയെന്ന് പനീർ സെൽവം പറഞ്ഞതും മുഖത്തിട്ടൊരു അറ്റ അടി കൊടുക്കുകയാണ്. എന്തായാലും ആ ഇൻസിഡന്റിന്റെ പ്രശ്നത്തിൽ നിന്നും ചന്ദ്രു രക്ഷപ്പെട്ടു. മറുവശത്ത് അപ്പോഴേക്കും കൃഷ്ണസ്വാമി എന്ന ഓഫീസർ കേസ് അന്വേഷണം ഏറ്റെടുത്തിരുന്നു. ബ്രില്യന്റായ ഓഫീസർ കേസ് അന്വേഷണം തുടങ്ങിയപ്പോഴേക്കും ചില കാര്യങ്ങൾ കണ്ടെത്തി. നടന്നിരിക്കുന്ന കൊലപാതകം ലിസ്റ്റിലെ 3ാമത്തേതാണ്. ആദ്യം ഒരു VAO, പിന്നെ ഒരു ഇൻസ്പെക്ടർ, അതിനുശേഷമാണ് ഇപ്പോ കോർപ്പറേഷൻ ഓഫീസർ. 3 കൊലപാതകങ്ങളും ഒരേ പാറ്റേണിലാണ് നടന്നിരിക്കുന്നത്. ഏറെ പഴക്കം ചെന്ന കത്തിയാണ് കൊലപാതകങ്ങൾക്ക് ഉപയോഗിച്ചിരിക്കുന്നതും. കൊല്ലപ്പെട്ട 3 പേരും തമ്മിലുള്ള ബന്ധമെടുത്താലോ 3 പേരും ഗവൺമെന്റ് ഉദ്യോഗസ്ഥർ എന്നത് മാത്രമാണ് ബന്ധം. എന്തായാലും പഴയകാല കത്തിയാണല്ലോ, ബെൽറ്റ് കത്തി ആയിരിക്കും എന്ന തരത്തിലൊരു ഊഹം പോലും CBI ഓഫീസർ കൃഷ്ണസ്വാമി മുമ്പോട്ട് വെക്കുന്നുണ്ട്. അത് ശരിയുമായിരുന്നു. തുന്നൽ വിട്ടിരുന്ന തന്റെ കത്തിയടങ്ങിയ പഴയ ആ ബെൽറ്റ് നന്നാക്കുവാൻ സേനാപതി ഒരു ചെരുപ്പ് തുന്നൽക്കാരനെ ഏൽപ്പിച്ചിരുന്നു. നിർഭാഗ്യവശാൽ നഗരത്തിൽ വെച്ച് നടന്ന സമരലഹളയിലും പോലീസ് വെടിവെപ്പിലും വെച്ച് ആ ചെരുപ്പ് തുന്നലുകാരൻ കൊല്ലപ്പെട്ടു. കുറച്ചു ദിവസം കഴിഞ്ഞ് തന്റെ ബെൽറ്റ് വാങ്ങാനെത്തിയ സേനാപതി അയാൾ കൊല്ലപ്പെട്ടെന്നറിയുകയാണ്. അടുത്തുള്ള കടയിൽ നിന്നും ബെൽറ്റും മറ്റും അയാളുടെ ഭാര്യയുടെ പക്കലുണ്ടാകും എന്നൊരു കാര്യവും
കാര്യവും സേനാപതി മനസ്സിലാക്കുന്നു. അതോടെ ചെരുപ്പ് തുന്നൽക്കാരന്റെ ഭാര്യയെ അന്വേഷിച്ച് സേനാപതി പോവുകയാണ്. അവരാകട്ടെ കുറച്ച് നാളുകളായി ട്രഷറിക്ക് മുമ്പിൽ കഴിച്ചുകൂട്ടുകയായിരുന്നു. വെടിവെപ്പിൽ കൊല്ലപ്പെട്ട് അത്തരത്തിലുള്ള നിരപരാധികൾക്ക് ഗവൺമെന്റ് 10,000 രൂപ നഷ്ടപരിഹാരം പ്രഖ്യാപിച്ചിരുന്നു. പക്ഷെ അവിടെയും കൈക്കൂലിയാണല്ലോ. 1000 രൂപയോളം ഒരു പണവുമില്ലാത്ത ആ പാവപ്പെട്ട സ്ത്രീയിൽ നിന്നും അതിനോടകം അവർ കൈക്കൂലി പറ്റിയിരുന്നു. ഒടുവിൽ ചെക്ക് കിട്ടുന്ന ആ ദിവസവും 10,000 രൂപയുടെ ചെക്ക് കൊടുക്കുന്ന സമയം 1000 രൂപ കൈക്കൂലി ഓഫീസർ ആവശ്യപ്പെടുകയാണ്. ഗതികെട്ടുപോയ അവർ തന്റെ പക്കൽ ഒന്നുമില്ലെന്നും നിരാശയോടെ ഓഫീസറോട് പറഞ്ഞു. പക്ഷേ പണത്തോട് ആർത്തി പൂണ്ട ആ ഓഫീസർ അവരെ അവിടെ വെച്ച് അപമാനിക്കുകയും ചെക്ക് വലിച്ചു കീറുകയും ചെയ്തു. അതോടെ വിഷമം സഹിക്കാതെ ആ സ്ത്രീ അവിടെ ഒച്ചയും ബഹളവും ഉണ്ടാക്കി. അവിടുത്തെ പ്യൂണും മറ്റും അവരെ പിടിച്ച് പുറത്താക്കി. പുറത്തുനിന്ന് അവർ തന്റെ ഗതികേടിനെപ്പറ്റി വിലപിച്ചുകൊണ്ട് ഓഫീസേഴ്സിനെതിരെ ശാപവാക്കുകൾ ഉന്നയിച്ചു. പക്ഷേ അവർക്കതൊന്നും ഒരു കൂസലുമുള്ളതായിരുന്നില്ല. ഇതൊക്കെ നടക്കുമ്പോൾ അങ്ങോട്ടേക്ക് സേനാപതി വന്നെത്തിയിരുന്നു. ഒക്കെയും കാണുകയും കേൾക്കുകയും സേനാപതി ചെയ്യുകയും ചെയ്തിരുന്നു. ചെരുപ്പ് തുന്നൽക്കാരന്റെ ഭാര്യയുടെ ഭാണ്ഡത്തിൽ നിന്നും തന്റെ ബെൽറ്റ് സേനാപതി ഉയർത്തിയെടുത്തു. അതിലൊരു സൂചനയും ഉണ്ടായിരുന്നു. പിന്നീട് അധികം വൈകിയില്ല. സേനാപതിയുടെ അടുത്ത ടാർഗറ്റ് ചെരുപ്പ് തുന്നൽക്കാരന്റെ ആ ഭാര്യയോട് കൈക്കൂലി ചോദിച്ച ഒരു ദയയുമില്ലാത്ത ആ ഓഫീസറായിരുന്നു. തന്റെ പതിവ് രീതിയിൽ തന്നെ സേനാപതി ആ ഓഫീസറെയും കൊലപ്പെടുത്തി കളഞ്ഞു. പക്ഷേ അത്തവണ സേനാപതിയുടെ പക്കൽ നിന്ന് സേനാപതി എഴുതിയിരുന്ന ഒരു പേപ്പർ മെസ്സേജ് കൃഷ്ണസ്വാമിക്ക് ലഭിക്കുകയാണ്. ഇന്ത്യൻ എന്ന പേരിൽ സ്വയം മെൻഷൻ ചെയ്ത് വാണിംഗ് പോലെ എഴുതിയിരുന്ന ആ പേപ്പർ മെസ്സേജിൽ നിന്നും കൃഷ്ണസ്വാമി പരിശോധനയിലൂടെ ഒരു കാര്യം മനസ്സിലാക്കി. സേനാപതി 70-75 വയസ്സ് പ്രായമുള്ള ഒരു വ്യക്തിയാണ്. ഒരിക്കലും ഒരു ചെറുപ്പക്കാരനല്ല. കാരണം അതിലെ എഴുത്ത് പഴയ തമിഴ് ലിപിയിലായിരുന്നു. മാത്രമല്ല പ്രതികളെ കുത്തി കൊലപ്പെടുത്തിയിരിക്കുന്ന രീതി പരിശോധിച്ചാൽ അത് പ്രായമേറിയ ഒരു വ്യക്തി ചെയ്തതാണ് എന്നും വ്യക്തമാകുമായിരുന്നു. മറുവശത്ത് ഇതേ സമയം ഐശ്വര്യയിൽ നിന്ന് അടികിട്ടിയ പനീർ സെൽവം താൻ നിരപരാധിയാണ് എന്ന് ഐശ്വര്യയ്ക്ക് മുമ്പിൽ സ്ഥാപിക്കാനും ഐശ്വര്യയുടെ പ്രണയം പിടിച്ചു പറ്റാനും വേണ്ടി ഐശ്വര്യയെ സപ്നയുടെ വീട്ടിലേക്ക് കൊണ്ടുവന്ന് പട്ടിയെ ഇടിച്ച് സപ്നയുടെ കാർ കാണിച്ചു കൊടുത്തു. അതേസമയം അവിടുത്തെ വീട്ടുജോലികൾ ചെയ്തുകൊണ്ട് ചന്ദ്രുവും ചന്ദ്രുവിന്റെ അസിസ്റ്റന്റ് സുബ്ബയ്യയും അവിടെ ഉണ്ടായിരുന്നു. ആ വീട്ടിൽ ചന്ദ്രു വീട്ടുജോലികളും മറ്റും ചെയ്യുന്നതൊക്കെ കണ്ട് ഐശ്വര്യ ചന്ദ്രുവിനോട് വലിയ തോതിൽ ദേഷ്യപ്പെടുന്നു. അങ്ങോട്ടേക്ക് വന്ന സപ്നയാകട്ടെ ഐശ്വര്യയെ കണ്ട് ക്ഷുഭിതയായി ഐശ്വര്യയോടും തട്ടിക്കയറുന്നുണ്ട്. ഐശ്വര്യയ്ക്കും സപ്നയ്ക്കും ഇടയിൽ വലിയ പ്രശ്നം തന്നെ ഉടലെടുക്കുന്നു. ചന്ദ്രു അത് മനസ്സിലാക്കുകയും ചെയ്യുന്നുണ്ടായിരുന്നു. എന്നിരുന്നാലും ജോലിക്കു വേണ്ടി സപ്നയുടെ പക്ഷം പിടിക്കലല്ലാതെ ചന്ദ്രുവിന് വഴിയുണ്ടായിരുന്നില്ല. അന്ന് ഐശ്വര്യ അവിടെ നിന്ന് പിണങ്ങിപ്പോയി. പക്ഷേ ചന്ദ്രു ഐശ്വര്യയെ ചെന്ന് കണ്ടു. തന്റെ അവസ്ഥയെ പറ്റിയൊക്കെ ഐശ്വര്യയോട് വിശദീകരിച്ചു. അവൾക്കു വേണ്ടിയാണ് താനിതൊക്കെ ചെയ്യുന്നതെന്നും ഒരു ബ്രോക്കറായി അവളെ വിവാഹം കഴിക്കുന്നതിനേക്കാൾ ഒരു ബ്രേക്ക് ഇൻസ്പെക്ടറായി വന്ന് വിവാഹം കഴിക്കാനാ താൻ ഈ കഷ്ടപ്പെടുന്നതെന്നൊക്കെ ചന്ദ്രു അവളോട് വിശദീകരിച്ചു പറഞ്ഞു. ഐശ്വര്യ ചന്ദ്രുവിനോട് ക്ഷമിക്കുന്നുണ്ട്. മറുവശത്തപ്പോൾ കൃഷ്ണസ്വാമി അന്വേഷണവുമായി മുമ്പോട്ടു പോവുകയായിരുന്നു. ഓരോരുത്തരും കൊല്ലപ്പെട്ടപ്പോൾ അവരിൽ മർമ്മവിദ്യ പ്രയോഗിക്കപ്പെട്ടതായി കാണപ്പെട്ടിരുന്നു. അതിനെപ്പറ്റിയുള്ള കൂടുതൽ അന്വേഷണത്തിന് കേരളത്തിൽ ഒരു കളരി ആസ്ഥാനത്തേക്കെത്തി. അവിടുത്തെ ഗുരുക്കൾ പരിശോധിച്ച ശേഷം അത് വർമ്മകലൈ എന്ന പഴയ ആയോധന കലയുടെ ഭാഗമാണ് എന്ന് വ്യക്തമായി പറഞ്ഞു. ഇന്ന് വർമ്മകലൈ അറിയാവുന്നവർ ആരും തന്നെ ഇല്ലെന്നും പണ്ട് താൻ തന്റെ ഗുരുവിനടുക്കൽ നിന്ന് വർമ്മകലൈ പഠിക്കുമ്പോൾ 2 തീവ്രവാദികൾ അവിടെ വന്ന് അത്തരത്തിൽ വർമ്മകലൈ പഠിച്ചുപോയ കാര്യവും ആ കളരി ഗുരു ഓർത്തെടുക്കുന്നുണ്ട്. കൃഷ്ണസ്വാമി അതോടെ തീവ്രവാദിയായ ഒരു വൃദ്ധനായിരിക്കാം ഈ കൊലപാതകങ്ങൾക്ക് പിന്നിൽ എന്ന് ചിരിയോടെ പറയുന്നു. നാളുകൾ കടന്നുപോയിക്കൊണ്ടിരുന്നു. ഗുരു തീവ്രവാദി എന്ന് വിശേഷിപ്പിച്ചത് ആരെയാണ് എന്ന അന്വേഷണമായിരുന്നു മറുവശത്ത് കൃഷ്ണസ്വാമി നടത്തിയിരുന്നത്. സ്വാതന്ത്ര്യ സമരകാലത്ത് അത്തരത്തിലുണ്ടായിരുന്നവരെ കൃഷ്ണസ്വാമി തേടാൻ തുടങ്ങി. അങ്ങനെ അന്വേഷണത്തിനൊടുവിൽ വർമ്മകലയൊക്കെ പഠിച്ചിട്ടുള്ള സേനാപതി എന്ന പഴയൊരു പോരാളിയിലേക്ക് കൃഷ്ണസ്വാമി ചെന്നെത്തുകയാണ്. സ്വാതന്ത്ര്യ സമര പോരാളിയും സുഭാഷ് ചന്ദ്രബോസിന്റെ INA മെമ്പറുമായിരുന്ന ഒരു വ്യക്തി. സേനാപതി ഇപ്പോഴുള്ള ലൊക്കേഷൻ പരിശോധിച്ചപ്പോൾ കൊലപാതകം നടന്ന ആവടി എന്ന ഇടവുമായി ബന്ധപ്പെട്ട ഇടത്താണ് സേനാപതി ഉള്ളത് എന്നും കൃഷ്ണസ്വാമി തിരിച്ചറിയുകയാണ്. അതോടെ സേനാപതിയെപ്പറ്റി കൂടുതൽ അന്വേഷിക്കാൻ ഒരു സ്വാതന്ത്ര്യ സമര പോരാളിയുടെ വേഷം കിട്ടി കൃഷ്ണസ്വാമി സേനാപതിയുടെ വീട്ടിലേക്ക് ചെന്നു. സ്വാതന്ത്ര്യ സമര പെൻഷൻ കിട്ടുവാൻ അത്തരത്തിൽ സേനാപതിയുടെ ഒപ്പുവേണം എന്നാവശ്യപ്പെട്ടുകൊണ്ടായിരുന്നു അത്. കൃഷ്ണസ്വാമി എത്തുമ്പോൾ സേനാപതി വീട്ടിലുണ്ടായിരുന്നില്ല. സേനാപതിയുടെ ഭാര്യയായ അമൃതവല്ലി മാത്രമായിരുന്നു അവിടെ ഉണ്ടായിരുന്നത്. അഹിംസാവാദിയായിരുന്ന അമൃതവല്ലിയുമായി കള്ള സ്വാതന്ത്ര്യ സമര പോരാളി എന്ന് പറഞ്ഞു ചെന്ന കൃഷ്ണസ്വാമി ചെറിയൊരു വാക്കുതർക്കത്തിലെത്തുന്നുണ്ട്. പ്രകോപിതയായ അമൃതവല്ലി അന്ന് തന്റെ ഭർത്താവ് സേനാപതി എത്തരത്തിലുള്ള ഒരു സ്വാതന്ത്ര്യ സമര പോരാളിയായിരുന്നു എന്ന് വിശദീകരിക്കുന്നു. ബ്രിട്ടീഷുകാരെ വിറപ്പിച്ച ഒരു പോരാളിയായിരുന്നു സേനാപതി. അന്ന് അഹിംസാവാദിയായിരുന്ന അമൃതവല്ലിയെ സേനാപതി കണ്ടിഷ്ടപ്പെടുകയും സ്വാതന്ത്ര്യ സമരത്തിന്റെ ഒരു ഘട്ടത്തിൽ ക്വിറ്റ് ഇന്ത്യ സമരത്തിന്റെ ഒരു വേളയിൽ
വെച്ച് ബ്രിട്ടീഷുകാർ വസ്ത്രം നശിപ്പിച്ച് അപമാനിതയാക്കിയ അമൃതവല്ലിയെ ആത്മഹത്യയ്ക്കായി ഒരുങ്ങി നിന്നപ്പോൾ തന്റെ ജീവിതത്തിലേക്ക് കൂടെ കൂട്ടുകയും ചെയ്തു. പിന്നീടായിരുന്നു സേനാപതി INA-യിൽ ചേരുന്നത്. INA-യിൽ ചേർന്ന് ബ്രിട്ടീഷുകാർക്കെതിരെ സേനാപതി പടപൊരുതി. ഒരു അക്രമ സമരത്തിന്റെ ഒരു വേളയിൽ ബ്രിട്ടീഷ് ടാങ്കറുകളെ നശിപ്പിക്കാൻ സ്വയം ബലിദാനിയാകുവാൻ പോലും സേനാപതി ഒരുങ്ങി നിന്നതായിരുന്നു. സേനാപതിയുടെ ഊഴമെത്തുന്നതിനു മുമ്പ് ബ്രിട്ടീഷുകാർ സേനാപതിയെ പിടികൂടിയിരുന്നു. പിന്നീട് ക്രൂരമായ പീഡനങ്ങൾ ഏറ്റുവാങ്ങി ബ്രിട്ടീഷ് തടവറയിലായിരുന്നു സേനാപതി കഴിഞ്ഞത്. ഒടുവിൽ ഇന്ത്യക്ക് സ്വാതന്ത്ര്യം കിട്ടിക്കഴിഞ്ഞപ്പോൾ സേനാപതി മോചിതനായി. അമൃതവല്ലിയുടെ അടുത്തേക്കെത്തിയ സേനാപതി പിന്നീട് കുടുംബമായി സന്തോഷത്തോടെ ജീവിച്ചു. അമൃതവല്ലി അത്രയും പറഞ്ഞു നിർത്തിയപ്പോഴേക്കും സേനാപതി എത്തിച്ചേർന്നിരുന്നു. വന്നിരിക്കുന്നതാരാണ് എന്ന് വ്യക്തമായി മനസ്സിലാക്കിയിരുന്ന സേനാപതി കൃഷ്ണസ്വാമിയുടെ നീക്കങ്ങളെ തടഞ്ഞ് തന്നെ അറസ്റ്റ് ചെയ്യാനെത്തിയ കൃഷ്ണസ്വാമിയെ വർമ്മകലൈ ഉപയോഗിച്ച് ആക്രമിച്ച് കൊലപ്പെടുത്താതെ തന്നെ താഴെ വീഴ്ത്തി നിശ്ചലമാക്കിയ ശേഷം അമൃതവല്ലിയും ഒന്നിച്ച് രക്ഷപ്പെട്ടു പോവുകയാണ്. മറുവശത്ത് അപ്പോഴേക്കും കൈക്കൂലിയൊക്കെ കൊടുത്ത് ചന്ദ്രു ബ്രേക്ക് ഇൻസ്പെക്ടറായി മാറിക്കഴിഞ്ഞിരുന്നു. ചന്ദ്രു ചെയ്തിരുന്ന ബ്രോക്കർ ജോലി സുബ്ബയ്യ ചെയ്യുവാനും ആരംഭിച്ചു. സേനാപതിയാകട്ടെ ഗ്രാമം വിട്ട് നഗരത്തിലേക്കെത്തി. ഒരു പഴയ വാൻ വാങ്ങി അത് മോർച്ചറി വാന്റെ പെയിന്റ് അടിച്ച് തയ്യാറാക്കി അതിൽ താമസം ആരംഭിച്ചു. തന്റെ പ്രിയപുരുഷൻ അത്തരത്തിൽ ഗവൺമെന്റിനോട് പോരടിക്കുന്നതിൽ ഭാര്യ അമൃതവല്ലിക്ക് ഒരു എതിർപ്പും ഉണ്ടായിരുന്നില്ല. സേനാപതിയെ പൂർണ്ണമായും മനസ്സിലാക്കിയ വ്യക്തിയായിരുന്നു അമൃതവല്ലി. സേനാപതിയുടെ വർമ്മകലയേറ്റ് നിശ്ചലമായി കിടന്ന കൃഷ്ണസ്വാമിയെ ചികിത്സിക്കാൻ വർമ്മകലയെ അറിയാവുന്ന കേരളത്തിലെ കളരിഗുരുക്കൾ എത്തി. മർമ്മത്തിലെ പിടികളഴിച്ച് കൃഷ്ണസ്വാമിയെ സുഖപ്പെടുത്തി. ആ സമയം വ്യക്തമായും ഒരു കാര്യം ഗുരുക്കൾ കൂട്ടിച്ചേർത്തു. അയാൾ നിങ്ങളെ കൊല്ലാൻ ഉദ്ദേശിച്ചിട്ടില്ല. അത്ര വിദഗ്ധമായാണ് വർമ്മകലൈ പ്രവർത്തിച്ചിരിക്കുന്നത്. എന്തായാലും ആളെ കിട്ടിയതോടെ സേനാപതിക്ക് വേണ്ടി പരക്കെ തിരച്ചിൽ നടത്താൻ കൃഷ്ണസ്വാമി അസിസ്റ്റന്റിനോട് പറഞ്ഞു. മറുവശത്ത് ചന്ദ്രുവാകട്ടെ പണം കൊടുത്തു വാങ്ങിയ ജോലിയാണല്ലോ, അതുകൊണ്ട് കണക്കിന് കൈക്കൂലി വാങ്ങുകയായിരുന്നു. ആ കൂട്ടത്തിൽ ഒരു ബസ് ടെസ്റ്റിനെത്തി. വളരെ പഴക്കം ചെന്ന ബ്രേക്ക് പോലും മര്യാദക്കില്ലാത്ത പൊളിഞ്ഞ അവസ്ഥയിലുള്ള ഒരു ബസ്. സർട്ടിഫിക്കേഷൻ കൊടുക്കുവാൻ ചന്ദ്രു വിസമ്മതിച്ചപ്പോൾ ഒരുപാട് പണം അതിന്റെ മുതലാളി ഓഫർ ചെയ്തു. പണത്തിൽ വീണ് ചന്ദ്രു അത് ഒപ്പിട്ടുകൊടുത്തു. ബസ് ശരിയാക്കിയ ശേഷമേ സർവീസ് നടത്താവൂ എന്ന് ഉപദേശിക്കുകയും ചെയ്തു. സേനാപതിയാകട്ടെ തന്റെ കർമ്മങ്ങൾ തുടരുകയായിരുന്നു. നിലവിൽ മെഡിക്കൽ കോളേജിലെ ഡീനായിട്ടുള്ള ഒരു ഡോക്ടറെ കടത്തിക്കൊണ്ട് പോരുവാൻ തീരുമാനിച്ച് സേനാപതി ആശുപത്രിയിലെത്തി. കൃഷ്ണസ്വാമിയാകട്ടെ സേനാപതിയുടെ മകൻ ചന്ദ്രുവിനെ പറ്റി അറിഞ്ഞ് ചന്ദ്രുവിനോട് കാര്യങ്ങൾ ചോദിച്ചറിയുവാൻ അതേ ആശുപത്രിയിലേക്ക് വന്നെത്തുകയാണ്. സുബ്ബയ്യ ആശുപത്രിയിലായിരുന്നു. സുബ്ബയ്യയും കൊണ്ട് ആശുപത്രിയിലേക്ക് എത്തിയതായിരുന്നു ചന്ദ്രു. വളരെ യാദൃച്ഛികമായി ഡോക്ടറെ പിടികൂടി സേനാപതിയും അമൃതവല്ലിയും കൊണ്ടുപോകുമ്പോൾ കൃഷ്ണസ്വാമി അങ്ങോട്ടേക്ക് എത്തുന്നതുകൊണ്ട് അവർ മറഞ്ഞു നിൽക്കുകയാണ്. ലിഫ്റ്റിലേക്ക് കയറി മറഞ്ഞ അമൃതവല്ലി ചെന്നുപെട്ടത് മകൻ ചന്ദ്രുവിന്റെ മുമ്പിലേക്കായിരുന്നു. കൃഷ്ണസ്വാമി പോയതും ഡോക്ടറെ കൊണ്ടുപോകുവാൻ സേനാപതി അമൃതവല്ലിയെ നോക്കി. അമൃതവല്ലി മകനൊപ്പം നിൽക്കുന്ന കണ്ടതും കുഴപ്പമില്ലെന്ന് ചിന്തിച്ച സേനാപതി അവിടെ അധിക നേരം നിന്നാൽ ശരിയാവില്ല എന്ന് കണ്ടതും മയക്കിക്കെടുത്തിയിരിക്കുന്ന ഡോക്ടറെയും കടത്തിക്കൊണ്ട് അവിടെ നിന്ന് പോവുകയാണ്. മറുവശത്ത് അമൃതവല്ലി ചന്ദ്രുവിനോട് സേനാപതി ചെയ്ത കാര്യങ്ങളെപ്പറ്റി പറഞ്ഞിരുന്നു. ചന്ദ്രു അത് കേട്ട് അല്പം ഭയപ്പെടുക കൂടി ചെയ്തു. കൃഷ്ണസ്വാമി ചന്ദ്രുവിനെ കണ്ട് ചോദ്യം ചെയ്യുവാൻ അവിടെ നിന്ന് കൂട്ടിക്കൊണ്ടുപോയി. അമ്മ അമൃതവല്ലിയെ ഐശ്വര്യയെ ഏൽപ്പിച്ചിട്ടായിരുന്നു ചന്ദ്രു കൃഷ്ണസ്വാമിക്കൊപ്പം പോയത്. സേനാപതിയാകട്ടെ രാത്രിയുടെ മറവിൽ QTVയുടെ സ്റ്റുഡിയോയിലേക്ക് ചെന്നു. പിടികൂടിയ ഡോക്ടറെ ബന്ദിയാക്കി സ്റ്റുഡിയോയുടെ വേദിയിൽ നിർത്തി. ശേഷം പഴയ INA വേഷത്തിൽ വന്ന് വീഡിയോ റെക്കോർഡിലൂടെ കുറെ കാര്യങ്ങൾ സംസാരിക്കാൻ ആരംഭിച്ചു. ആ ഡോക്ടർ കൈക്കൂലിക്കാരനാണ് എന്ന കാര്യം സേനാപതി പറഞ്ഞ് ഡോക്ടർക്ക് വധശിക്ഷ വിധിച്ചു. ഡോക്ടർ സേനാപതിയോട് തന്നെ കൊല്ലരുതെന്നൊക്കെ അപേക്ഷിക്കുന്നുണ്ടായിരുന്നു. 50ഉം 100ഉം മേടിച്ചതാണോ താൻ ചെയ്ത തെറ്റ് എന്ന തരത്തിൽ ഒരു കുറ്റബോധവും ഇല്ലാതെയായിരുന്നു ഡോക്ടറുടെ സംസാരം. സേനാപതി അതോടെ പണ്ട് നടന്ന ഒരു കാര്യം പറഞ്ഞു. ഇതേ ഡോക്ടർ ഡീനാകുന്നതിനു മുമ്പ് ആവടിയിലെ ചെറിയൊരു ആശുപത്രിയിൽ ഡോക്ടറായിരുന്നു. കഥ അവിടെ നിന്നും ഒരു ഫ്ലാഷ് ബാക്കിലേക്ക് പോകുന്നു. സേനാപതിയുടെ കുടുംബം ഏറെ സന്തോഷത്തിലായിരുന്നു. സേനാപതിക്ക് അന്ന് ചന്ദ്രു എന്ന മകനല്ലാതെ ഒരു മകൾ കൂടിയുണ്ട്. ഏറെ സന്തോഷത്തോടെ നാളുകൾ പോയിക്കൊണ്ടിരുന്ന സമയം കൈക്കൂലി കൊടുത്ത് ജോലി വാങ്ങുവാൻ ശ്രമിച്ച ചന്ദ്രുവിനെ സേനാപതി തടഞ്ഞു. 20,000 രൂപയായിരുന്നു സേനാപതിയോട് ചന്ദ്രു ആവശ്യപ്പെട്ടത്. അത് കൊടുക്കുവാൻ സേനാപതി ഒരുക്കമായിരുന്നില്ല. അതോടെ സേനാപതിയോട് തർക്കിച്ച് അച്ഛൻ പഴയ കാലത്തിലാ ജീവിക്കുന്നത്, പുതിയ കാലത്തിൽ ജീവിക്കാൻ ഇങ്ങനൊന്നും പോരാ എന്നൊക്കെ വാദിച്ച് വീട്ടിൽ നിന്നും പിണങ്ങി ചന്ദ്രു ഇറങ്ങിപ്പോയി. പിന്നീട് സേനാപതിക്ക് ഒക്കെയും തന്റെ പ്രിയപ്പെട്ട മകളായിരുന്നു. അങ്ങനിരിക്കെയാണ് വീട്ടിൽ അപകടം സംഭവിച്ചത്. ഗ്യാസ് സിലിണ്ടർ പൊട്ടിത്തെറിച്ച് സേനാപതിയുടെ മകൾക്ക് സാരമായ പൊള്ളലേറ്റു. മകളെ ചികിത്സിക്കുവാൻ അടുത്തുള്ള
ആശുപത്രിയിലേക്ക് സേനാപതിയും അമൃതവല്ലിയും പാഞ്ഞെത്തി. പക്ഷെ പൊള്ളലേറ്റ് വന്നതുകൊണ്ട് ചികിത്സിക്കാൻ ഡോക്ടർ കൂട്ടാക്കിയില്ല. പോലീസ് സ്റ്റേഷൻ റിപ്പോർട്ട് വേണമെന്നാവശ്യപ്പെട്ടു. ഡോക്ടർ മാറിയതും അവിടുത്തെ കമ്പൗണ്ടർ വന്ന് സേനാപതിയോട് 500 രൂപ കൈക്കൂലി കൊടുത്താൽ ഡോക്ടർ ഇപ്പോൾ തന്നെ ചികിത്സിക്കും എന്ന് പറഞ്ഞു. സേനാപതി പക്ഷേ കൈക്കൂലി കൊടുക്കാൻ ഒരുക്കമായിരുന്നില്ല. അതോടെ ഡോക്ടർ റിപ്പോർട്ട് വാങ്ങി വരുവാൻ പോലീസ് സ്റ്റേഷനിലേക്ക് സേനാപതിയെ പറഞ്ഞയക്കുകയാണ്. പോലീസ് സ്റ്റേഷനിലേക്ക് സേനാപതി അവശതയിൽ ഓടിയെത്തി. പക്ഷേ ഇൻസ്പെക്ടറും കൈക്കൂലി ആവശ്യപ്പെടുകയും നിലവിൽ ആ ഇടം തങ്ങളുടെ സ്റ്റേഷൻ പരിധിയിലല്ല, ഓർഡർ വന്നിട്ട് വേണം, VAO വേണം, ആ ഓർഡർ തരുവാൻ VAOയിൽ നിന്ന് ഓർഡർ വാങ്ങി വന്നാൽ തങ്ങൾ നടപടിയെടുക്കാം എന്നൊക്കെ സേനാപതിയോട് പറഞ്ഞു. ഇല്ലെങ്കിൽ കൈക്കൂലി കൊടുക്കുവാൻ ആവശ്യപ്പെട്ടു. കൈക്കൂലിക്ക് സേനാപതി എതിരാണല്ലോ. അതുകൊണ്ട് സേനാപതി അവിടെ നിന്നും VAOയുടെ ഇടത്തേക്ക് ചെന്നു. VAOയും പറഞ്ഞത് 150 രൂപ കൈക്കൂലി കൊടുത്താൽ ഓർഡർ ഉടൻ നൽകാം, ഇല്ലെങ്കിൽ അടുത്ത ദിവസം ആകട്ടെ എന്ന തരത്തിലായിരുന്നു. കൈക്കൂലി കൊടുക്കാതെ ഒന്നും നടക്കില്ലെന്നറിഞ്ഞതും സേനാപതി നിരാശയോടെ ആശുപത്രിയിലേക്ക് എത്തുകയാണ്. അപ്പോഴേക്കും സേനാപതിയുടെ മകൾ ട്രീറ്റ്മെന്റ് കിട്ടാതെ മരണപ്പെട്ടിരുന്നു. സേനാപതിയും അമൃതവല്ലിയും തങ്ങളുടെ മകളുടെ അവസ്ഥയോർത്ത് പൊട്ടിക്കരഞ്ഞു. വൈകാതെ മകളുടെ ശവസംസ്കാര ചടങ്ങുകൾ നടക്കുകയായിരുന്നു. സേനാപതി മകൾക്ക് അന്ത്യകർമ്മങ്ങൾ ചെയ്ത് ചിതയ്ക്ക് തീ കൊടുക്കാൻ ഒരുങ്ങിയതും അങ്ങോട്ടേക്ക് ചന്ദ്രു പാഞ്ഞെത്തി. സേനാപതിയുടെ പഴയ തുരുമ്പ് പിടിച്ച ചിന്തകൾ കാരണമാ തന്റെ സഹോദരി മരണപ്പെട്ടതെന്നു പറഞ്ഞ് സേനാപതിയെ ചന്ദ്രു ഒരുപാട് കുറ്റപ്പെടുത്തി. സേനാപതിയാണ് തന്റെ പെങ്ങളെ കൊന്നതെന്നും നിങ്ങൾക്കതുകൊണ്ട് കൊള്ളിവെക്കാൻ അവകാശമില്ലെന്നും പറഞ്ഞ് ചന്ദ്രുവായിരുന്നു അന്ന് ചിതയ്ക്ക് തീ കൊളുത്തിയത്. താനെന്ത് തെറ്റാണ് ചെയ്തത് എന്നുപോലും മനസ്സിലാവാത്ത സേനാപതി പൊട്ടിക്കരഞ്ഞുകൊണ്ട് വയലിന്റെ നടുക്കുപോയിട്ടിരുന്നു. നേർമയും നീതിയും സത്യവും ന്യായവും നോക്കി ജീവിച്ചാൽ സ്വാതന്ത്ര്യം നേടിക്കൊടുത്ത തന്റെ രാജ്യത്തിൽ ഒരു കാര്യവുമില്ലെന്ന് സേനാപതി തിരിച്ചറിഞ്ഞു. മുഴുവൻ പുഴുക്കുത്തുകൾ കൊണ്ട് കളകളായി വളർന്നു നിൽക്കുന്ന അഴിമതിക്കാരെയും ജനങ്ങളുടെ അവകാശത്തിനു മേലിൽ വളർന്നു നിൽക്കുന്ന ഓഫീസർമാരുടെ ധാർഷ്ട്യവുമൊക്കെ അവസാനിപ്പിക്കുവാൻ സേനാപതി അന്ന് പ്രതിജ്ഞയെടുക്കുകയാണ്. അതിനു പുറകെയായിരുന്നു സേനാപതി അന്നത്തെ VAOയെയും ഇൻസ്പെക്ടറെയും കൊലപ്പെടുത്തിയത്. ശേഷം കോർപ്പറേഷൻ സെക്രട്ടറി, ട്രഷറി ഓഫീസർ എന്ന തരത്തിലേക്ക് കൊലപാതകങ്ങൾ നീണ്ടു. ആ ലിസ്റ്റിൽ അവശേഷിക്കുന്ന ഡോക്ടർ ആയിരുന്നു സേനാപതി പിടിച്ചുകൊണ്ടുവന്ന് TV സ്റ്റുഡിയോയിലിരുത്തി കാര്യങ്ങൾ പറഞ്ഞ് കൊലപ്പെടുത്താൻ തയ്യാറായി നിൽക്കുന്നത്. എല്ലാ കറപ്റ്റഡ് ഓഫീസേഴ്സിനും വലിയ വാണിംഗ് കൊടുത്ത ശേഷം ഡോക്ടറെ സേനാപതി അവിടെ വെച്ച് കൊലപ്പെടുത്തുകയാണ്. ആ ദൃശ്യങ്ങൾ പൂർണ്ണമായി TVയിലൂടെ സ്ട്രീം ചെയ്യപ്പെട്ട് പ്രേക്ഷകരിലേക്കും എത്തിച്ചേർന്നിരുന്നു. ജനങ്ങൾ അത് കണ്ട് സേനാപതിക്കായി കൈയടിച്ചു. ഇന്ത്യൻ താത്ത എന്ന വിളിപ്പേര് സേനാപതിക്ക് ലഭിച്ചു. സേനാപതിയുടെ രണ്ടാം സ്വതന്ത്ര പോരാട്ടം എന്ന തരത്തിലുള്ള ആ പോരാട്ടങ്ങളെ ജനങ്ങൾ ആഘോഷമാക്കാൻ ആരംഭിച്ചു. മറുവശത്ത് കൃഷ്ണസ്വാമി തന്റെ അന്വേഷണം നടത്തി. QTV സ്റ്റുഡിയോയുടെ ഭാഗമൊക്കെ പരിശോധിച്ച് സേനാപതിയുടെ വാഹനവും മറ്റും കൃഷ്ണസ്വാമി മനസ്സിലാക്കി. മറുവശത്ത് ഇന്ത്യൻ താത്തയുടെ ഭയം നാടൊട്ടുക്കും പരന്നതോടെ ഓഫീസേഴ്സ് കൈക്കൂലി വാങ്ങുന്നതൊക്കെ അവസാനിപ്പിച്ചു. കാര്യങ്ങൾ നേർമാർഗത്തിൽ നടക്കുവാൻ തുടങ്ങി. മറുവശത്ത് ചന്ദ്രുവിന്റെ പ്രണയത്തിൽ അമ്മ ഒരു തീരുമാനമുണ്ടാക്കാൻ നോക്കി. ഒടുവിൽ സ്വപ്ന ചന്ദ്രു ഐശ്വര്യയെയാണ് പ്രണയിക്കുന്നത് എന്ന് മനസ്സിലാക്കി സ്വയം പിൻവാങ്ങി. ആ സമയത്തായിരുന്നു അത് സംഭവിക്കുന്നത്. 40 സ്കൂൾ കുട്ടികളുമായി പോയ ചന്ദ്രു പണ്ട് പണം വാങ്ങി ഇൻസ്പെക്ഷൻ നടത്തി ഫിറ്റ്നസ് സർട്ടിഫിക്കറ്റ് കൊടുത്ത് ബസ് വലിയ അപകടത്തിൽപ്പെട്ടു. 40ഓളം കുട്ടികൾ കൊല്ലപ്പെട്ടു. വിവരമറിഞ്ഞ് ചന്ദ്രുവും സുബ്ബയ്യയും അങ്ങോട്ടേക്ക് പാഞ്ഞെത്തി. ഫിറ്റ്നസ് സർട്ടിഫിക്കറ്റിലെ പ്രശ്നങ്ങൾ ഇൻസ്പെക്ടർ ചൂണ്ടിക്കാട്ടിയപ്പോൾ തനിക്കെതിരെ വന്നാൽ അതൊക്കെ പ്രശ്നമാകുമെന്ന് മനസ്സിലാക്കിയ ചന്ദ്രു കാര്യങ്ങൾ ഒതുക്കി തീർക്കുവാൻ വേണ്ടി ശ്രമിക്കുകയാണ്. ഡ്രൈവർ മദ്യപിച്ചിരുന്നു എന്ന് സർട്ടിഫിക്കറ്റ് നൽകുവാൻ, അത്തരത്തിൽ കേസ് തിരിക്കുവാൻ ഇൻസ്പെക്ടറോട് ചന്ദ്രു ആവശ്യപ്പെട്ടു. പണം വാങ്ങാൻ വിസമ്മതിച്ച ഇൻസ്പെക്ടറിന് ചന്ദ്രു വലിയ കളർ TV തന്നെ ഓഫർ ചെയ്തു. ഇൻസ്പെക്ടർ അതോടെ ചന്ദ്രുവിന് വഴങ്ങി. അടുത്തതായി ഡോക്ടറുടെ സർട്ടിഫിക്കറ്റ് വേണമായിരുന്നു. അതിനുവേണ്ടി ഡോക്ടറെയും ചന്ദ്രു ചെന്ന് കണ്ടു. ഡോക്ടർക്കും വളരെ വലിയ കൈക്കൂലി ഓഫർ ചെയ്ത് തന്റെ കാര്യം സുരക്ഷിതമാക്കുവാൻ ചന്ദ്രു ശ്രമിച്ചു. പക്ഷേ മദ്യപിച്ചെന്ന് വെറുതെ പറഞ്ഞാൽ പോരല്ലോ, മറ്റു ഡോക്ടേഴ്സിനും അത് ബോധ്യപ്പെടണമല്ലോ. എന്നാ ഡോക്ടർ പറഞ്ഞപ്പോൾ ചന്ദ്രുവും സുബ്ബയ്യയും ചേർന്ന് അതിനുള്ള വഴി ഒരുക്കാമെന്ന് പറഞ്ഞ് സിറിഞ്ചിൽ മദ്യമെടുത്ത് മരിച്ച ഡ്രൈവറുടെ മൃതദേഹത്തിലേക്ക് ആ സിറിഞ്ച് വെച്ച് മദ്യം കുത്തി നിറയ്ക്കുകയാണ്. വിവരങ്ങളൊക്കെ അറിഞ്ഞുകൊണ്ട് ചന്ദ്രുവെ പിന്തുടർന്ന് ചന്ദ്രു അത് പ്രവർത്തിക്കുമ്പോൾ അങ്ങോട്ടേക്ക് ഇന്ത്യൻ താത്തയെന്ന ചന്ദ്രുവിന്റെ അച്ഛൻ സേനാപതി എത്തിയിരുന്നു. കൈക്കൂലിക്കാരനായി മാറിയ തന്റെ മകൻ എല്ലാ ഘട്ടങ്ങളും കടന്ന് ഒടുവിൽ പൂർണ്ണമായ ഒരു ക്രിമിനലാകുന്ന കാഴ്ച സേനാപതി എന്ന നേർമ നിറഞ്ഞ അച്ഛൻ കൺമുമ്പിൽ കണ്ടു. സേനാപതിക്ക് അത് അംഗീകരിക്കാൻ പറ്റില്ലായിരുന്നു. അത്തരത്തിലുള്ള തന്റെ മകൻ ജീവിക്കരുത്, നാടിന് തന്നെ ദോഷമാണ് അതെന്ന് കരുതിയിരുന്ന സേനാപതി ചന്ദ്രുവിനെ കൊല്ലാനായി ചെന്നു. പക്ഷെ അപ്പോഴേക്കും സേനാപതിയെയും മറ്റും ഫോളോ ചെയ്ത് ചന്ദ്രുവിനെ ഫോളോ ചെയ്ത് അങ്ങോട്ടേക്ക് കൃഷ്ണസ്വാമി വന്നെത്തിയിരുന്നു. പോലീസ് ഓഫീസേഴ്സും കൃഷ്ണസ്വാമിയും ചേർന്ന്
സേനാപതിയെ പിടികൂടുകയാണ്. തന്നെ കൊല്ലാൻ വന്ന അച്ഛന് നേരെ ചന്ദ്രു അസഭ്യവർഷം നടത്തി. ഭ്രാന്ത് പിടിച്ച ആ കിഴവനെ തൂക്കിക്കൊന്നേക്ക് എന്ന് പറഞ്ഞു. ഞെട്ടലോടെയായിരുന്നു സേനാപതി തന്റെ മകന്റെ ആ വാക്കുകൾ കേട്ടത്. പക്ഷേ ജയിലിൽ വെച്ച് തന്നെ സേനാപതിയെ കൊലപ്പെടുത്താൻ മറ്റ് ഓഫീസേഴ്സ് ആലോചിക്കുന്നുണ്ടായിരുന്നു. അത് മനസ്സിലാക്കിയ കൃഷ്ണസ്വാമി സേനാപതിക്ക് രക്ഷപ്പെടാൻ അവസരമൊരുക്കി. അദ്ദേഹത്തെ ബന്ദിയാക്കി തന്റെ വീട്ടിൽ പാർപ്പിച്ചു. സേനാപതിയുടെ പ്രവൃത്തികളോട് എതിർപ്പില്ലാത്ത എന്നാൽ പോലീസുകാരൻ എന്ന രീതിയിൽ നേർമയുള്ള ഉദ്യോഗസ്ഥനായ കൃഷ്ണസ്വാമി സേനാപതി കൊല്ലപ്പെടാതെ അധികാരികളുടെ ദുഷ്ടലാക്കിൽപ്പെടാതെ കോടതിയിൽ ഹാജരാവാൻ ആഗ്രഹിച്ചിരുന്നു. പക്ഷേ സേനാപതി കൃഷ്ണസ്വാമി ബന്ദിയാക്കി വെച്ചിരുന്ന ഇടത്തു നിന്നും വിദഗ്ധമായി രക്ഷപ്പെട്ടു പോവുകയാണ്. മറുവശത്ത് ചന്ദ്രുവാകട്ടെ അച്ഛൻ തന്നെ കൊല്ലാൻ വരും എന്ന കാര്യം അറിഞ്ഞതിനു ശേഷം ചന്ദ്രു മുംബൈയിലേക്ക് രക്ഷപ്പെടാൻ ശ്രമിക്കുകയായിരുന്നു. ചന്ദ്രു എയർപോർട്ടിലേക്ക് പോയതിന് പിന്നാലെ സേനാപതി ചന്ദ്രുവിന്റെ വീട്ടിലെത്തി. അവിടെ അമൃതവല്ലിയെയും ഐശ്വര്യയെയും കണ്ടു. അമൃതവല്ലിയും ഐശ്വര്യയും ചന്ദ്രുവിനെ വെറുതെ വിടാൻ വേണ്ടി സേനാപതിയോട് അപേക്ഷിച്ചു. പക്ഷേ നേർമ നിറഞ്ഞ സ്വാതന്ത്ര്യ സമര പോരാളിയായ സേനാപതിക്ക് കൈക്കൂലി വാങ്ങി അത്രയും വലിയ ക്രൂരകൃത്യത്തിന് കാരണമായ തന്റെ മകനെ വിട്ടുകളയുവാൻ സാധിക്കുമായിരുന്നില്ല. ചന്ദ്രു എയർപോർട്ടിലാണ് പോയിരിക്കുന്നത് എന്ന് മനസ്സിലാക്കി സേനാപതി അങ്ങോട്ടേക്ക് വെച്ചുപിടിച്ചു. റൺവേയിലേക്ക് ജീപ്പ് ഓടിച്ച് കടന്നെത്തിയ സേനാപതി തന്റെ മകൻ രക്ഷപ്പെട്ടു പോവാൻ നോക്കുന്നത് തടയുകയും വളരെ വലിയൊരു ചേസും ഫൈറ്റും നടക്കുകയുമാണ്. ഒടുവിൽ തന്റെ മകനെ തന്നെ സേനാപതി കൊലപ്പെടുത്തി. ചന്ദ്രു കൊല്ലപ്പെട്ടതോടെ അവൻ രക്ഷപ്പെട്ടു പോവാൻ ശ്രമിച്ചിരുന്ന ജീപ്പ് ആക്സിലേറ്ററിൽ കാലമർന്ന് വേഗത കൂടിയിരുന്നു. സേനാപതിയോടുകൂടി ആ ജീപ്പ് അവിടുണ്ടായിരുന്ന ഇന്ധന ടാങ്കറിലേക്ക് ഇടിച്ചു കയറി. വളരെ വലിയൊരു സ്ഫോടനം തന്നെ സംഭവിച്ചു. സേനാപതിയും ചന്ദ്രുവും കൊല്ലപ്പെട്ടു എന്നായിരുന്നു ഏവരും കരുതിയത്. പക്ഷേ കൃഷ്ണസ്വാമി ഫൂട്ടേജുകൾ പരിശോധിച്ചു. സേനാപതി കൊല്ലപ്പെട്ടിട്ടില്ലെന്നും അപകടം നടക്കുന്നതിന്റെ തൊട്ടുമുമ്പ് ജീപ്പിൽ നിന്ന് സേനാപതി രക്ഷപ്പെട്ടു എന്നും മനസ്സിലാക്കി. കൃത്യം ആ സമയത്ത് വിദേശത്തു നിന്നും സേനാപതിയുടെ ഫോൺ കോൾ കൃഷ്ണസ്വാമിയെ തേടിയെത്തി. താൻ മരണപ്പെട്ടിട്ടില്ലെന്നും ജീവനോടെയുണ്ടെന്നും ഞാൻ രക്ഷപ്പെട്ടു പോകുന്ന ദൃശ്യങ്ങൾ എയർപോർട്ട് കൺട്രോൾ ടവറിൽ റെക്കോർഡായിട്ടുണ്ടാകുമെന്നും ആ വീഡിയോ പുറത്തേക്ക് വിടണമെന്നും താൻ ഈ പറയുന്ന കാര്യങ്ങൾ റെക്കോർഡ് ചെയ്തെടുക്കുന്നുണ്ടല്ലോ അത് റേഡിയോയിലൂടെ ഏവരെയും കേൾപ്പിക്കണം എന്നും സേനാപതി ആവശ്യപ്പെട്ടു. നാട്ടിൽ എവിടെ തെറ്റ് കണ്ടാലും താൻ വരുമെന്നും സേനാപതി കൂട്ടിച്ചേർത്തു. സ്വന്തം മകനെപ്പോലും അഴിമതിയുടെ പേരിൽ കൊന്നുകളഞ്ഞ സേനാപതി എന്ന പോരാളിയെ അപ്പോഴേക്കും ഏവരും ഒന്നടങ്കം ഭയപ്പെടാൻ തുടങ്ങിയിരുന്നു. ആ ഭയം നിലനിന്നാൽ തന്നെ അഴിമതി ഇല്ലാതാകും എന്നായിരുന്നു സേനാപതി ചിന്തിച്ചത്. ഇന്ത്യന് മരണമില്ല എന്നു പറഞ്ഞ് സേനാപതി ഫോൺ കോൾ അവസാനിപ്പിച്ചു. ആ ദൃശ്യങ്ങളോടെ ചലച്ചിത്രം അവസാനിക്കുകയാണ്. രസകരമായ ചലച്ചിത്രം നിങ്ങൾക്കിഷ്ടമായെങ്കിൽ വീഡിയോ ലൈക്ക് ചെയ്യുക. അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും കമന്റുകളിൽ രേഖപ്പെടുത്തുക. കഴിയുമെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തും കൂട്ടുകാർക്ക് ഷെയർ ചെയ്തു കൊടുത്തും ഞങ്ങളെ സപ്പോർട്ട് ചെയ്യുക. അടുത്ത എപ്പിസോഡിൽ മറ്റൊരു മികച്ച ചലച്ചിത്രവുമായി കണ്ടുമുട്ടാം. അതുവരെ ബൈ.